ഒരു ടൂറിസ്റ്റ് ഗൈഡ്. എത്രയോ സത്യസന്ധമായിട്ട് ഒരാൾക്കും ഒരു ശല്യമാവാതെ, ഒരു ചെറിയ കളവ് പോലും അവള് പറയാതെ അവള് മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതല്ലേ? അല്ലടാ, അങ്ങനെയുള്ള ആവിനിയെ നീ എന്താടാ ചെയ്തത്? നീ ഡിസ്റ്റർബ് ചെയ്തില്ലേ? പ്രേമിച്ചു, എന്നിട്ട് കല്യാണം കഴിച്ചു, എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നും പറഞ്ഞു. പിന്നെന്തായി? നീ ഇപ്പൊ ഈ അവസാനം ചെയ്തത് എന്താ? ഫ്രണ്ടിന് അനിയത്തിയെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി. വെരി ബാഡ്. അങ്ങനെയൊക്കെ പറഞ്ഞ അത് ഏതെങ്കിലും പെൺകുട്ടി സഹിക്കൂടാ? അവള് പാവം ഒന്നും പറയില്ല എന്ന് വെച്ച്, എല്ലാം സഹിക്കുമെന്ന് വെച്ച് പ്രതികരിക്കുന്നില്ല എന്ന് കരുതി മനസ്സിന് താങ്ങാത്ത വിഷമം കൊടുത്താവുണ്ടല്ലോ, അവളെ സങ്കടപ്പെടുത്താൻ പാടില്ല ശ്രീകർ. പ്രതീക്ഷിക്കാത്ത സമയത്ത് അച്ഛനും അമ്മയും കൂടെ മുന്നിൽ വന്ന് നിന്നപ്പോ എന്റെ ഭർത്താവ് കല്യാണക്കാരി ഇപ്പൊ പറയൂ എന്ന് അവള് പാവം എത്ര ആഗ്രഹിച്ചു കാണും. പക്ഷെ നീ ഇപ്പൊ ഈ ചെയ്തതില്ലേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ചെയ്ത ഈ തെറ്റിന് വേഗം സോറി പറ. അവള് തരുന്ന പണിഷ്മെന്റ് നീ അനുഭവിച്ചോ? അതല്ലാതെ ഇനി ഓരോ എക്സ്ക്യൂസസും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ന്യായീകരിക്കേ വേണ്ട. ഒരു വലിയ മനസ്സിന്റെ ഉടമ അവന്റെ മനസ്സിലൊരു സ്ഥാനം തന്നു, അതെന്റെ ഭാഗ്യമാണെന്ന് കരുതി. വലിയ കുടുംബത്തിലൊരുവൻ അവന്റെ ഭാര്യയെ സ്വീകരിച്ചു, വരമാണെന്ന് കരുതി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതല്ലേ, ഞാനതങ്ങ് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. പക്ഷേ ഫ്ലോ തെറ്റിക്കല്ലേ, കണ്ടിന്യൂ ചെയ്യേ. പെട്ടെന്ന് എന്തൊക്കെയോ വന്ന് കയറി പറഞ്ഞ ഞാൻ കിളി പറഞ്ഞങ്ങ് നിൽക്കില്ലേ? അച്ഛനോട് മമ്മിയോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കൊരു ചെറിയ ഹിന്റെങ്കിലും തരേണ്ടതല്ലേ? സ്പോട്ടിൽ വന്നൊരു സ്കിറ്റ് ഉണ്ടാക്കിയാ ഞാൻ എങ്ങനെ കൗണ്ടർ പറയാനാ? അല്ല, എന്നെ കുറിച്ച് അദ്ദേഹം എന്താ മനസ്സിലാക്കിയേ? അദ്ദേഹം പറഞ്ഞ എതിര് നിൽക്കുവോ? അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ടെന്ന് പറയോ? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് അമ്മയും അച്ഛനും വന്നപ്പോ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴേ നിങ്ങളോടൊപ്പം 7 ജന്മം ഉണ്ടാവുമെന്ന് മനസ്സാ വാച കർമ്മന കരുതിയതാ. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് കഷ്ടപ്പാട് വന്നാലും സഹിച്ചോളാം. താങ്ക്സ് എ ലോട്ട്. ലഗേജ് എടുത്തോളൂ, നമുക്ക് ഇറങ്ങാം. ഏട്ടാ, കാറ് നിർത്ത. എന്തു പറ്റി? ചേച്ചി, ആവനി ചേച്ചി, സുഖാണോ ചേച്ചി? എനിക്ക് സുഖാ മോളെ. ഹായ് ചേച്ചി, സുഖമാണോ? സുഖാ മോനെ. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ? സിനിമയ്ക്കോ അതോ ഷോപ്പിങ്ങിനോ? ആ 2 സ്ഥലത്തേക്കും അല്ല, പിന്നെ ചേച്ചി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. എന്ന് വെച്ചാ ഇവരുടെ വീട്ടിലേക്ക്. ആണോ? ഇനി പോകാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നോ, അവസ്ഥകൾ എങ്ങനെയൊക്കെ മാറി മറിയുമെന്നോ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു മോളെ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. മോനെ, നീ അച്ഛനമ്മമാരോട് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞോ? അത് ചേച്ചി, ഞങ്ങൾ പറഞ്ഞു ചേച്ചി. പറയാതെ എങ്ങനെ കൊണ്ടുപോവാനാ? അത് ശരിയാണല്ലോ. എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടാ എന്നെ കൊണ്ടുപോകുന്നത്. ഇന്നലെ വരെ എന്റെ അനിയത്തിയുടെ മുഖത്ത് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ,
എത്ര സന്തോഷത്തിലുള്ളതെന്ന്. ഇത്രയും കാലം എന്റെ അനിയത്തിക്ക് എല്ലാം ഞാനായിരുന്നു. എന്റെ സ്ഥാനത്തിന് എപ്പോഴും എന്നും നീ ഉണ്ടായിരിക്കണം മോനെ. അമ്മയോട് സ്നേഹത്തോടെയും അച്ഛനോട് ബഹുമാനത്തോടെയും വീട്ടിലുള്ളവരെ വേദനിപ്പിക്കാതെ നിൽക്കണം എന്നുള്ള കാര്യം നിന്നോടിനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണെന്ന് വെച്ചാ മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് നിനക്കറിയാം. ഭാര്യ എന്നും ഭർത്താവിന് ബലമാകണം. ഭർത്താവ് ഭാര്യയുടെ വിശ്വാസവുമായിരിക്കണം. അപ്പോഴേ അവരുടെ ബന്ധം ഒരു രീതിയിലും നശിക്കാതെ എന്നും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും തുണയായിരിക്കണം. ഇത്രയും നാളും എന്റെ അനിയത്തിയുടെ ചിരിക്കു പുറകിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷെ അവളത് പറയില്ല. അവളെ മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്ന് പോലും ചിന്തിക്കാറില്ല. നീ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേടാ മോനെ. അവിടുത്തെ മോളായി ആ കുടുംബത്തിന് ഇനി നല്ല പേരുണ്ടാക്കി കൊടുക്കണം. കേട്ടല്ലോ? ഇത് അവളുടെ വീട്ടിൽ നിന്നുള്ള പൂർണ്ണ സമ്മതമായിട്ട് തന്നെ നീ കരുതണം. നിങ്ങൾ പോയിക്കോ. പറ്റുമ്പോഴൊക്കെ എന്നെ ഫോൺ ചെയ്യണം. പറ്റുമ്പോഴൊക്കെ എന്നെ കാണാനും വരണം. ശരി, നിങ്ങൾ ഇനി പോവാൻ നോക്ക്. പോയി വരാം ചേച്ചി. എന്റെ അനിയത്തെ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്താ അതൊന്നും മനസ്സിൽ വെക്കല്ലേ. ശ്രദ്ധിച്ചു പോയിട്ട് വാ മക്കളെ. ബൈ ചേച്ചി. ഫ്രണ്ടിന്റെ അനിയത്തിയെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നത്. കല്യാണക്കാര്യം പറയാന്ന് ഓർത്തപ്പോ താനാണെങ്കിൽ കള്ളവും പറഞ്ഞു. എന്നാലും താൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേച്ചിക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ എന്റെ അനിയത്തി ഒരു വലിയ വീട്ടിൽ കയറി ചെല്ലാൻ പോവാന്നുള്ള സന്തോഷം ചേച്ചിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയണ്ടേ? ചേച്ചി മാത്രമല്ല, ഇനി താനും എപ്പോഴും സന്തോഷമായിരിക്കും. ഇങ്ങനൊരു കുട്ടി നമ്മുടെ മരുമകളായിട്ട് വന്നിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് അച്ഛനെയും അമ്മയെയും കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്കിനി ശ്രമിക്കാം. ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് സിനിമാ നടി വരുന്നുണ്ടെന്നറിയുമ്പോ ജനങ്ങൾ കാത്തിരിക്കത്തില്ലേ? അതുപോലെ ഉണ്ടിപ്പോ. നിങ്ങളുടെ പുറകെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അതിന് നിങ്ങളോട് ആരെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. ഇല്ല ഇല്ല, കണ്ടിട്ടേ പോകൂ. അവരെത്തിയല്ലോ. നമ്മുടെ വീട്ടിലെത്തി. ഇറങ്ങ്. ഇതാ നമ്മുടെ വീട്.
എന്റെ ഭാര്യയായിട്ട് നീ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന വീട്. ഇനി അങ്ങോട്ട് ഇതാണ് നമ്മുടെ ലോകം. ഇതാണ് നമ്മുടെ കൊട്ടാരം. വരൂ. ബാഗ് ഞാൻ ഏയ് പിടിക്കാം. അതൊന്നും വേണ്ട. ഏയ് അതൊന്നും വേണ്ടേട്ടാ. അവിടെ തന്നെ നിൽക്കാതെ കയറി വരും മോളെ. വലതുകാലം എടുത്തു വെച്ചേക്ക്. തുളസിയുടെ ജാതകം ചേരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി അവളെ കൊണ്ട് പൂജ ചെയ്യിക്കണം. ആവനി, ദേ നോക്കിയേ, ഇതാണ് എന്റെ ഫാമിലി. ഇതെന്റെ മൂത്ത മോൻ. നമസ്കാരം ആവണി. ഐ എം രാധാകൃഷ്ണ. വൺ ഡേ ഐ വിൽ ബിക്കം എ കിങ് ഓഫ് ഷെയർസ്. എന്റെ മോന് ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഭ്രാന്ത. എന്റെ മരുമകൻ. പൃഥ്വിരാജ്. ടാഗ് ലൈൻ വീടിനകത്തുള്ള മരുമകൻ. ഇതെന്റെ മകള്. അത് പേരുമകൾ. ഇത് മരുമോള്. ഞങ്ങൾക്ക് അങ്ങനെ ക്വാളിഫിക്കേഷൻസും ടാഗ് ലൈൻസും ഒന്നുമില്ല. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ചെന്നൈയിൽ നിന്ന് മുരളി വന്ന് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ ഇവളൊരു അതിഥിയായി കാണാതെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കാണണം. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നോക്കു മോളെ, ഇനി ചേട്ടൻ വരാൻ ലേറ്റ് ആയാലും മോള് പേടിക്കണ്ട. നിനക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം ഇവിടെ തന്നെ നിൽക്കാം. നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളോ നിനക്ക് തോന്നിയാൽ മോൾ എന്നോട് പറഞ്ഞു, ഞാൻ നോക്കിക്കൊള്ളാം. മനസ്സിലായല്ലോ? ഓക്കെ അമ്മേ. എന്നെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെ അറിയുന്ന ആളുകളെല്ലാം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് തുല്യമാണ് മോളെ. ശ്രീകർ, അവനിക്ക് റൂം കാണിച്ചു കൊടുക്ക്. ആയിക്കോട്ടെ അമ്മേ. വാ അവനി. അമ്മേ, എനിക്കൊരു ചെറിയ സംശയം. വസന്ത,
നിന്റെ ജീവിതം ഇങ്ങനെ സംശയിച്ചു തീർക്കരുത്. ഇനി ആരും ഒന്നും പറയണ്ട. എല്ലാവരും അകത്തേക്ക് പൊക്കോളൂ. പൊയ്ക്കോളൂ. അവനി, ഇതാ നിന്റെ റൂം. കൊള്ളാവോ? ഇത്രയും വലിയൊരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കൊള്ളാവോന്ന് ചോദിച്ചാ എന്നെ പോലൊരു കംപ്ലീറ്റ് ഗ്രാമീണ ഓർഡിനറി പെൺകുട്ടി എന്തു പറയാനായിട്ടാ? ഇതെല്ലാം എന്റെ ഭാഗ്യമാണെന്ന് കരുതാനേ ആവും. അവസാനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നീ എന്റെ വീട്ടിലേക്കും എത്തി. എല്ലാവരെയും കാണുമ്പോ വളരെ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും നല്ലവര് തന്നെയാ. പക്ഷേ എന്റെ അളിയനോടും പിന്നെ നാത്തുമാരോടും കുറച്ച് ശ്രദ്ധിച്ചിടപഴകണം. എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ, ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ചതി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടേട്ടാ. തെറ്റല്ലാന്ന് ഞാനും പറയില്ല. പക്ഷേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചതിയല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ചതിയില് നിനക്കൊരു പങ്കുമില്ല. ഇതൊക്കെ ചെയ്തത് ഞാനായതുകൊണ്ട് ഈ നിമിഷം തൊട്ട് തെറ്റ് തിരുത്താനുള്ള പ്രയത്നം തുടങ്ങ്. എന്റെ ആവനിക്ക് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം നിന്നെ. ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് നല്ലോണം ശ്രദ്ധ വേണം. എന്ത് കാര്യത്തിൽ? ഈ കാര്യത്തില്. ഇവിടെ എല്ലാവർക്കും നീ കല്യാണം കഴിക്കാത്ത ആളാ. ഈ താലിമാല എങ്ങാനും അവരുടെ കണ്ണിൽ പെട്ടാ പിന്നെ വീണ്ടും സംശയമാവും. താലി കെട്ടിയ ഞാൻ തന്നെ അത് പുറത്ത് കാണിക്കരുതെന്ന് പറയുമ്പോ നിന്റെ മനസ്സാകെ നീറിപ്പോകുകയാന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലേ അവനി? കല്യാണം കഴിച്ചൊരു പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോ അവളെ ആരതി ഒഴിയും. എല്ലാവരും സന്തോഷത്തോടെ അവളെ സ്വീകരിക്കും. വീട്ടിൽ അച്ഛനും അമ്മയും മകളെ കിട്ടിയ പോലെയാവും. അതൊക്കെ നമ്മുടെ കാര്യത്തില് മിസ്സായിപ്പോയി. അതിന്റെ വേദന എത്രയെന്നും എനിക്കറിയാം. ആ വേദനയ്ക്ക് പകരമായിട്ട് നിന്നെ എന്റെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം.